നിർമ്മാതാക്കളുടെ സംഘടന, പ്രത്യേകിച്ച് ജി സുരേഷ് കുമാർ അതാത് മാസത്തെ റിപ്പോർട്ടുകൾ പുറത്തുവിട്ടപ്പോഴാണ് പ്രശ്നമായത്. അവർ ആ തിയേറ്ററിൽ ഓടിയ സിനിമയുടെ കളക്ഷനാണ് പറഞ്ഞത്. അവിടെ ചില സിനിമകൾ ഇത്രയും ഓടിയിട്ട് നഷ്ടം കാണിക്കാൻ പറ്റും. അതേ സ്ഥാനത്ത് ഈ എല്ലാ തിയേറ്ററുകളിലും 50 ലക്ഷം രൂപ വീതം ഞാൻ കൊടുക്കുമ്പോൾ ഈ സുരേഷ് കുമാറിന് കണക്കുകൾ തെറ്റും. കാരണം അവിടെ ബ്ലാക്ക് വൈറ്റ് ആക്കുവാണെങ്കിലും രേഖാമൂലമുള്ളത് ഈ തിയേറ്ററിൽ ഇത്രയും കളക്ഷൻ കിട്ടിയിട്ടുണ്ട്, ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവർ പറയുന്ന കണക്കുകൾ എന്തായിരിക്കും? ഈ സിനിമ ഭയങ്കര ലാഭകരമാണ്, കോടിയിലെത്തി എന്ന് പറയാൻ പറ്റും. എന്നാൽ കണക്കുകൾ കൃത്യമായിട്ട് ഒരു കാലഘട്ടം വരെ പരിശോധിച്ച് മഞ്ഞുമ്മൽ ബോയ്സ് ആണ് യഥാർത്ഥത്തിൽ കോടിയെത്തിയ ഒരു സിനിമ എന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ കുറേ രീതിയിൽ കണക്കുകൾ സിനിമയിൽ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അന്വേഷണങ്ങൾ വരുന്നത്. എന്തിനാണ് ഇവരിങ്ങനെ കണക്ക് വരുന്നത്? നിങ്ങൾ ചില കാര്യം വിട്ടുവീഴ്ച ചെയ്താൽ പോരെ. ഇവിടെ സുരേഷ് കുമാർ പറഞ്ഞതിൻ്റെ പേരിൽ ഇവിടെ പ്രശ്നമുണ്ടായി. ശരിക്കും എമ്പുരാൻ്റെ പ്രശ്നം തുടങ്ങിയത് സുരേഷ് കുമാർ കണക്കുകൾ അവതരിപ്പിച്ച മുതലാണ്. ആ കണക്കുകൾ അവതരിപ്പിച്ചപ്പോഴാണ് 2 ഗ്രൂപ്പുകൾ ഏറ്റുമുട്ടേണ്ടി വന്നത്. ആ ഏറ്റുമുട്ടലിലാണ് സത്യം വെളിപ്പെടുത്തുക. അന്ന് ഞങ്ങൾ സുരേഷ് കുമാറിനോട് പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരുടെ സിനിമകൾ വരുമ്പോഴും കള്ളക്കണക്കുകൾ കാണിക്കരുത്. അന്ന് അദ്ദേഹം പറഞ്ഞ ഒരു കള്ളക്കണക്ക് ഞങ്ങൾക്കില്ല. ഞങ്ങൾക്ക് തിയേറ്ററിൽ കിട്ടുന്ന റിപ്പോർട്ട് കറക്റ്റാണ്, അതേ ഞങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ. അവർ കള്ളക്കളി കാണിക്കേണ്ടത് നമുക്കറിയേണ്ട ആവശ്യമില്ല. അപ്പം അങ്ങനെയുള്ള കണക്കുകൾ കൊണ്ടിരിക്കുന്നു. പിന്നെയും ചില സിനിമകളുണ്ട്, ഹിറ്റാകുമെന്ന് വിചാരിക്കുന്ന സിനിമകൾ. അവർ ഹിറ്റാക്കാൻ താല്പര്യമില്ല. 1-2 സിനിമകൾ ഹിറ്റായി കഴിഞ്ഞാൽ പിന്നെ നഷ്ടം കാണിക്കണമെങ്കിൽ പ്രൊഡക്ഷൻ കോസ്റ്റ് കൂട്ടി കാണിക്കണം. അങ്ങനെയും ബ്ലാക്ക് വൈറ്റ് ആക്കുന്ന കുറേ ആൾക്കാർ ഇവിടെ ഉണ്ട്.